ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാനായിട്ട് പോകാൻ നേരത്ത് തന്റെ ഭൃത്യന്മാരെ വിളിച്ച് 3 പേർക്ക് 3 അളവില് നാണയങ്ങൾ കൊടുക്കുകയാണ്. തിരികെ വരുന്ന സമയത്ത് അവരോട് ഈ നാണയങ്ങളുടെ കഥ ചോദിക്കുകയാണ്. നാണയങ്ങൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആദ്യത്തെ 2 പേരും വന്നിട്ട് പറയുന്നുണ്ട്, അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചു, അല്ലെ, 10 കിട്ടിയ ആളും 5 കിട്ടിയ ആളും വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നു. 3-ാമത്തെ ആൾ വന്നിട്ട് പറയുകയാണത്, തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച നിന്റെ നാണയം ഇതാ. എന്നിട്ട് അയാളെ കുറിച്ച് കുറച്ച് കുറ്റം കൂടി പറയുകയാണ്. ഇയാൾ ചെയ്ത ഏറ്റവും ആദ്യത്തെ കുറ്റം എന്ന് പറഞ്ഞാൽ നാണയം വർദ്ധിപ്പിച്ചില്ല എന്നുള്ളതാണ്. എന്തിനെയാണ് ഈ നാണയം സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവകൃപയെയാണ് ഈ നാണയം സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം നിനക്കൊരു കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു വരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കുന്നുണ്ടോ? ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ് നമ്മളോട് പറയുകയാണ്, ആത്മാവിന്റെ വരങ്ങള് ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയിലാണ് ലഭിക്കുന്നത്. സുവിശേഷത്തില് 10 നാണയം കിട്ടിയ ഒരുവൻ, 5 നാണയം കിട്ടിയ ഒരുവൻ, 1 നാണയം കിട്ടിയ ഒരുവൻ എന്ന് പറയുന്നത് പോലെ പൗലോസിലെ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും എല്ലാം വ്യത്യസ്തമായ അളവുകളിലും വ്യത്യസ്തമായ രീതികളിലുമാണ് ഓരോരുത്തർക്കും ലഭിക്കുക. ചിലർക്ക് വ്യാഖ്യാനത്തിനുള്ള വരം കിട്ടും, ചിലർക്ക് വെളിപാടിനുള്ള വരം കിട്ടും. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വരങ്ങളാണ് ലഭിക്കുന്നത്. ഈ വരങ്ങളും കൃപകളും വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തില് ദൈവം നിനക്ക് നൽകിയിട്ടുള്ള കൃപ, അല്ലെങ്കിൽ വരം, അത് എത്ര ചെറുതായിക്കോട്ടെ അത് വർദ്ധിപ്പിക്കാനായിട്ട് നീ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ പരിശ്രമിക്കേണ്ടതും ഇതാണ്, ദൈവം എനിക്ക് നൽകിയിട്ടുള്ള വരം അത് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.